1995 MSMന്റെ ക്യാമ്പസ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ പ്രോഫ്കോൺ നടക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50-ൽ താഴെ വിദ്യാർത്ഥികളാണ് ആദ്യത്തെ പ്രോഫ്കോണിൻ്റെ പ്രതിനിധികളായി പങ്കെടുത്തത്. കോഴിക്കോട് മർക്കസ് ദാവ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒന്നാമത്തെ പ്രോഫ്കോൺ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു. കാരണം ക്യാമ്പസുകളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് കയറി ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടത്തിൽ MSM അതിന് മുന്നോട്ട് വരികയും കേരളത്തിലെ അക്കാലഘട്ടത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് വലിയ അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതായിരുന്നു പ്രോഫ്കോൺ അടക്കമുള്ള ക്യാമ്പസ് പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുവാൻ നമുക്ക് പ്രചോദനമായത്. പിന്നീട് അങ്ങോട്ട് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ചും വലിയ ഒരു വിപ്ലവം ഇതുവഴി സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. MSMനെ സംബന്ധിച്ചിടത്തോളം MSM ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പ്രാദേശിക ഘടകങ്ങളിലാണ്. അറബിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പൊതു ക്യാമ്പസുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും കേന്ദ്രീകരിച്ച് വലിയ അളവിൽ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്യാമ്പസ് വിങ്ങിൻ്റെ രൂപീകരണവും അതിനോടനുബന്ധമായി പ്രോഫ്കോൺ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ വരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പിന്നീടുള്ള ഈ പ്രോഫ്കോണിനെ സംബന്ധിച്ചിടത്തോളം അത് തുടർച്ചയായി ഈ വർഷം വരെ നമുക്ക് നടത്താനായി എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുവഴി കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ MSM വിദ്യാർത്ഥികളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് ക്യാമ്പസ് വിങ് രൂപീകരിക്കുന്നത് 1994-ലോ 93-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ക്യാമ്പസ് വിങ് രൂപീകരിക്കുമ്പോൾ അതിനെ 3ആയിട്ട് വിഭജിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് അറബിക് കോളേജ് വിങ് ഉണ്ടായി, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വിങ് ഉണ്ടായി, മൂന്നാമത് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വിങ് ഉണ്ടായി. അപ്പം 3 വിഭാഗങ്ങൾക്കും പ്രത്യേകം പരിപാടികൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഒരു പരിപാടി എന്ന ആശയത്തിലേക്ക് വന്നത്. കാരണം വ്യത്യസ്ത ക്യാമ്പസുകളിൽ പരീക്ഷ, അവരുടെ ഒഴിവ് സമയങ്ങൾ, അവരുടെ അക്കാഡമിക് പ്രോഗ്രാമുകളൊക്കെ വ്യത്യസ്തമായ ദിശയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കോമൺ പ്രോഗ്രാം വെച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഒരേപോലെ പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന തിരിച്ചറിവിൽ നിന്നാണ് വ്യത്യസ്തമായ തലത്തിലുള്ള പരിപാടികൾ അവരുടെ ക്യാമ്പസിൻ്റെ സാഹചര്യവും അവരുടെ അക്കാഡമിക് പ്രോഗ്രാമിൻ്റെ സ്വഭാവവും വെച്ചിട്ട് സംഘടിപ്പിക്കുക എന്ന നിലയ്ക്ക് MSMൻ്റെ ആലോചനകൾ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും ഇന്ന് NIT, അന്ന് REC ആണ്, RECയിലെയും ഒക്കെ വിദ്യാർത്ഥികളായിരുന്നു അതിന് മുന്നിൽ നിന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നാണ് പ്രോഫ്കോൺ എന്ന ആശയം വരുന്നത്. പക്ഷെ അന്ന് വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം ഇന്ന് എത്രത്തോളം ഫലപ്രദമായ ഒരു ക്യാമ്പസ് പ്രോഗ്രാമായി മാറി എന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് MSMൻ്റെ പ്രവർത്തനങ്ങളെ കാണാൻ സാധിക്കുന്നത് എന്ന് വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്.